സ്റ്റുഡൻസ്, ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷനിലെ മൂന്നാമത്തെ ടൈപ്പ് റിയാക്ഷനാണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. ആ റിയാക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എയും ബിയും രണ്ട് എലമെൻറ്റ്സ് ആണെന്ന് ഇമാജിൻ ചെയ്യാം. ഇവർക്കൊരു പ്രത്യേകതയുണ്ട്. ബിയെ കമ്പയർ ചെയ്യുമ്പോൾ എ കുറച്ച് സ്മാർട്ടാണ്, കുറച്ചുകൂടെ ആക്റ്റീവാണ്, കുറച്ച് റിയാക്ടിവിറ്റി കൂടുതലാണ് എക്ക്. ഓക്കെ, അതായത് എയെ കമ്പയർ ചെയ്യുമ്പോൾ ബി കുറച്ചുകൂടെ മടിയനായിരിക്കും. ഇനി ബി സി എന്നുള്ളത് ബിയുടെ ഒരു കോമ്പൗണ്ട് ആണെന്ന് വിചാരിക്കുക. ഇനി എയും ബി സിയും തമ്മിൽ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. അത് ഒരു കെമിക്കൽ ഇക്വേഷനായിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? എ പ്ലസ് ബി സി ഗിവ്സ്, ഇവിടെ ബിയേക്കാളും സ്മാർട്ടാണ് എ, റിയാക്ടിവിറ്റി കൂടുതലാണ്. സോ എന്ത് ചെയ്യുന്നറിയോ, ബി സി എന്ന് പറയുന്ന കോമ്പൗണ്ടിൻ്റെ അകത്ത് നിന്നും ബി എന്ന എലമെൻറ്റിനെ എ റീപ്ലേസ് ചെയ്യും. നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും? എ സി പ്ലസ് ബി ആയിരിക്കും. ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. ഒരു മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള എലമെൻറ്റ് ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു എലമെൻറ്റിനെ അതിൻ്റെ കോമ്പൗണ്ടിൽ നിന്നും റീപ്ലേസ് ചെയ്യും അല്ലെങ്കിൽ ഡിസ്പ്ലേസ് ചെയ്യും. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യം ക്ലിയർ ആവും. എ അയേൺ ആണെന്ന് കരുതുക, എഫ് ഇ. ബി കോപ്പർ, സി യു. ഓക്കെ, ബി സി എന്നതിന് പകരം നമുക്ക് കോപ്പർ സൾഫേറ്റ് എടുക്കാം, കോപ്പറിൻ്റെ ഒരു കോമ്പൗണ്ട്. ഓക്കെ, അപ്പോൾ റിയാക്ഷൻ എഴുതുന്ന സമയത്ത് എഫ് ഇ പ്ലസ് കോപ്പർ സൾഫേറ്റ് ഗിവ്സ്, എന്താ സംഭവിക്കുന്നത്? എഫ് ഇ കോപ്പറിനേക്കാളും റിയാക്റ്റീവാണ്. സോ കോപ്പറിനെ അയൺ റീപ്ലേസ് ചെയ്യും. നമുക്ക് കിട്ടുന്നത് ഫെറസ് സൾഫേറ്റ് ആണ്. എഫ് ഇ SO4 പ്ലസ് കോപ്പർ കിട്ടും. ഈ ഒരു റിയാക്ഷൻ നടന്നു കഴിഞ്ഞു എന്ന് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുന്നത്? ഇവിടെ കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്നത് നല്ല ബ്ലൂ കളറായിട്ടുള്ള ഒരു സൊല്യൂഷനാണ്. കോപ്പർ സൾഫേറ്റിൻ്റെ അകത്ത് നിന്ന് കോപ്പറിനെ മാറ്റിയിട്ട് അയൺ വന്നു, ഫെറസ് സൾഫേറ്റ് കിട്ടി. അപ്പോൾ എന്ത് സംഭവിക്കും? കോപ്പർ സൾഫേറ്റിൻ്റെ ബ്ലൂ കളർ അങ്ങ് ഡിസപ്പിയർ ആവും. ഫെറസ് സൾഫേറ്റിൻ്റെ സൊല്യൂഷൻ വളരെ പെയിൽ ഗ്രീൻ കളറുള്ള ഒരു സൊല്യൂഷനാണ്. സോ കോപ്പർ സൾഫേറ്റിൻ്റെ ബ്ലൂ കളർ പോയിട്ട് ഒരു പെയിൽ ഗ്രീൻ കളർ വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഈ ഒരു റിയാക്ഷൻ നടന്നു കഴിഞ്ഞു എന്ന്. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇഫ് എ മോർ റിയാക്റ്റീവ് എലമെൻറ്റ് ഡിസ്പ്ലേസസ് എ ലെസ് റിയാക്റ്റീവ് എലമെൻറ്റ് ഫ്രം ഇറ്റ്സ് കോമ്പൗണ്ട്, we can call the reaction as displacement reaction. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് ഒരു എലമെൻറ്റ് മറ്റേ എലമെൻറ്റിനേക്കാളും കുറച്ചുകൂടെ റിയാക്റ്റീവ് ആണെന്ന് മനസ്സിലാവുന്നത്? അതിന് കെമിസ്ട്രിയിലൊരു റിയാക്ടിവിറ്റി സീരീസ് ഉണ്ട്. ഇതാണ് ആ സീരീസ്. ഈ സീരീസിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഏറ്റവും മുകളിലുള്ള എലമെൻറ്റ്സിന് റിയാക്ടിവിറ്റി കൂടുതലായിരിക്കും, താഴേക്ക് വരുന്നതിനനുസരിച്ചിട്ട് റിയാക്ടിവിറ്റി കുറഞ്ഞു കുറഞ്ഞു വരും. ഓക്കെ, ഈ ഒരു സീരീസിലുള്ള ഏതൊരു എലമെൻറ്റിനും അതിന് താഴെയുള്ള എലമെൻറ്റ്സിനെ അവരുടെ കോമ്പൗണ്ടിൽ നിന്നും ഡിസ്പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ നോക്കുക, എഫ് ഇ എന്ന് പറയുന്നത് കോപ്പറിനേക്കാളും മുകളിലാണല്ലേ ഉള്ളത്. സോ എഫ് ഇക്ക് കോപ്പറിൻ്റെ കോമ്പൗണ്ടിൽ നിന്നും ഡിസ്പ്ലേസ് ചെയ്യാം. അതാണ് നമ്മളിവിടെ കണ്ടത്. ഈ ഒരു റിയാക്ഷൻ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ കോപ്പർ സൾഫേറ്റിൻ്റെ ബ്ലൂ കളറുള്ള സൊല്യൂഷനിലേക്ക് ഒരു അയേൺ നെയിൽ ഡിപ്പ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അയേൺ നെയിലിൻ്റെ സർഫസിലുള്ള എഫ് ഇ ആറ്റംസ് ആണ് കോപ്പർ സൾഫേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റിയാക്ഷൻ നടക്കും. എന്നിട്ട് ഉണ്ടായിരിക്കുന്ന കോപ്പർ അയേൺ നെയിലിൻ്റെ സർഫസിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിരിക്കും. അപ്പോൾ ഒരു ചെമ്പിൻ്റെ കളറില്ലേ, ബ്രൗണിഷ് കളർ, അതായിരിക്കും റിയാക്ഷന് ശേഷം ഇരുമ്പാണിയുടെ കളർ. ഇവിടെ അയേൺ നെയിലിൻ്റെ സർഫസിലുള്ള എഫ് ഇ ആറ്റംസ് മാത്രമാണ് റിയാക്ട് ചെയ്തത്. അപ്പോൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ്റെ അകത്തുള്ള മുഴുവൻ കോപ്പറിനെയും ഡിസ്പ്ലേസ് ചെയ്യാനൊന്നും പറ്റില്ല. കുറച്ച് കോപ്പർ സൾഫേറ്റ് മോളിക്യൂൾസ് ആയിട്ടായിരിക്കും കുറച്ച് എഫ് ഇ ആറ്റംസ് റിയാക്ട് ചെയ്തിട്ടുണ്ടാവുക. സോ ഈ ഒരു റിയാക്ഷൻ നടന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിക്കും? നല്ല ഡീപ്പ് ബ്ലൂ കളറായിരുന്ന കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ്റെ കളറിൻ്റെ ഇൻറ്റൻസിറ്റി കുറച്ചൊന്ന് കുറയും. കാരണം അതിനകത്ത് കുറച്ച് കോപ്പർ സൾഫേറ്റ് ആണ് കോപ്പറും ഫെറസ് സൾഫേറ്റുമായിട്ട് മാറിയിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ റിയാക്ടിവിറ്റി സീരീസ് തന്നെ ഒന്ന് ശ്രദ്ധിക്കുക. സിങ്ക് കോപ്പറിൻ്റെ മുകളിലാണല്ലോ ഉള്ളത്. സോ സിങ്കും കോപ്പറിൻ്റെ ഏതെങ്കിലും ഒരു കോമ്പൗണ്ടും തമ്മിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ തന്നെ നടക്കും. നമുക്കൊന്ന് എഴുതി നോക്കാം. സിങ്ക് പ്ലസ് കോപ്പർ സൾഫേറ്റ് എന്തായിരിക്കും പ്രൊഡക്റ്റ്? കോപ്പറിന് പകരം സിങ്ക് വരും. സോ സിങ്ക് സൾഫേറ്റ് പ്ലസ് കോപ്പർ. ഓക്കെ, ഇവിടെ ഹൈഡ്രജൻ്റെ മുകളിലാണല്ലോ സിങ്ക് ഉള്ളത്. അപ്പോൾ സിങ്കും ഹൈഡ്രജൻ്റെ ഒരു കോമ്പൗണ്ട് തമ്മിൽ മീറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും നോക്കാം. സിങ്ക് പ്ലസ് HCl
gives എച്ചിന് പകരം സിങ്ക് വന്നു. നമ്മൾ നേരത്തെ എഴുതിയ പോലെയാണെങ്കിൽ ZnCl + H എന്ന് എഴുതും അല്ലേ. ബട്ട് ഓർക്കുക, സിങ്ക് ക്ലോറൈഡ് നമുക്കിപ്പോൾ ഫോമുല എഴുതാൻ പറ്റുമല്ലോ. ZnCl2 ആണ്. ഹൈഡ്രജൻ എന്ന് പറയുന്നത് H ആയിട്ടല്ല ഇരിക്കുക, ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ടാണ്, H2 ആയിരിക്കും. ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു 2 കൂടി ഇടണം. ഓക്കെ, നിങ്ങൾക്ക് കുറച്ച് കെമിക്കൽ റിയാക്ഷൻസ് തന്നു കഴിഞ്ഞാൽ അതിൽ ഏതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്നുള്ളത് നമുക്ക് എങ്ങനെയാണ് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക? ഓർക്കുക, റിയാക്റ്റൻസിൻ്റെ സൈഡിൽ ഒരാൾ എപ്പോഴും എലമെൻ്റൽ ഫോമിലായിരിക്കും. ഇവിടെ സിങ്ക്, Fe അല്ലെങ്കിൽ ലെഡ്, ഇങ്ങനെ എലമെൻ്റൽ ഫോമിലുള്ള റിയാക്റ്റൻസ് ഉണ്ടായിരിക്കും. ആ റിയാക്റ്റൻ്റാണ് ഡിസ്പ്ലേസ് ചെയ്യുന്നത്. ഫൈൻ. ഇനി നാലാമത്തെ ടൈപ്പ് റിയാക്ഷൻ ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനാണ്. ഈ ഒരു റിയാക്ഷൻ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് വളരെ സിമ്പിളാണ്. അപ്പോൾ എന്താണതെന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഇമാജിനറി റിയാക്ഷൻ കൺസിഡർ ചെയ്യാം, AB + CD. ഓക്കെ, ഇവിടെ A എന്ന് പറയുന്നതാണ് പോസിറ്റീവ് ചാർജുള്ള അയോൺ കാറ്റിയോൺ, B നെഗറ്റീവ് ചാർജുള്ള അയോൺ ആനയോൺ. ഈ ഒരു കോമ്പൗണ്ടിൽ C ആണ് കാറ്റിയോൺ, D ആണ് ആനയോൺ. ഓക്കെ, ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനിൽ എന്താണ് സംഭവിക്കുന്നതെന്നറിയോ? ഈ രണ്ട് കോമ്പൗണ്ട്സും തമ്മിൽ അയോൺസിനെ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യും. ഒന്നുകിൽ കാറ്റിയോൺസിനെ എക്സ്ചേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ ആനയോൺസിനെ എക്സ്ചേഞ്ച് ചെയ്യും. രണ്ടായാലും പ്രൊഡക്റ്റ് സെയിം ആണ്. ഓക്കെ, അതായത് Aയും Cയും പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ Bയും Dയും പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യാം. നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും? AD + BC. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സോഡിയം ഹൈഡ്രോക്സൈഡ് + ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഓക്കെ, ഇവിടെ സോഡിയമാണ് കാറ്റിയോൺ, OH- ആനയോൺ. ഇവിടെ H ആണ് കാറ്റിയോൺ, ക്ലോറിൻ Cl- ആണ് ആനയോൺ. ഓക്കെ, പരസ്പരം എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? NaCl + HOH. എന്താണിത്? വാട്ടറാണ്, H2O. ഓക്കെ, ഈ ഒരു റിയാക്ഷൻ ശരിക്കും ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ബട്ട് സിമ്പിളായിട്ട് ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു റിയാക്ഷൻ ചൂസ് ചെയ്യാം. ഫൈൻ. ഇനി അടുത്തൊരു എക്സാമ്പിൾ, PbNO3 ട്വൈസ്. ലെഡ് നൈട്രേറ്റ് ആണ്, Ki പൊട്ടാസ്യം അയോഡൈഡാണ്. ഇവർ രണ്ടുപേരും റിയാക്ഷൻ നടത്തി കഴിഞ്ഞാൽ ലെഡും പൊട്ടാസ്യവും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും. നമുക്ക് കിട്ടുന്നത് PbI2 + KNO3. ഓക്കെ, ഇവിടെ ലെഡ് അയോഡൈഡ് എന്ന് പറയുന്നത് യെല്ലോ കളറിലുള്ള ഒരു പ്രസിപ്പിറ്റേറ്റ് ആണ്. അപ്പോൾ ഈ ഒരു റിയാക്ഷൻ നടന്നു എന്ന് നമുക്ക് ആ ഒരു യെല്ലോ കളേർഡ് പ്രസിപ്പിറ്റേറ്റ് കണ്ടാണ് മനസ്സിലാവുന്നത്. ഓക്കെ, ഇങ്ങനെ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവുന്ന കെമിക്കൽ റിയാക്ഷനെ നമ്മൾ പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ എന്ന് കൂടെ പറയാറുണ്ട്. ഇതുപോലൊരു പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ സോഡിയം സൾഫേറ്റ് Na2SO4 + ബേരിയം ക്ലോറൈഡ്. ഓക്കെ, ഈ രണ്ട് ആൾക്കാരുടെയും അക്വസ് സൊല്യൂഷൻ നമ്മൾ എടുക്കുകയാണ്. രണ്ട് കോമ്പൗണ്ട്സും വെള്ളത്തിൽ നന്നായി ഡിസോൾവ് ചെയ്യും. നമ്മൾ ഉപ്പ് വെള്ളത്തിലിട്ടാൽ എങ്ങനെയാണ് ഉണ്ടാവുക, അതുപോലൊക്കെ തന്നെയായിരിക്കും ഇവരുടെ സൊല്യൂഷനും ഉണ്ടാവുക. ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? ബേരിയം സൾഫേറ്റ് + സോഡിയം ക്ലോറൈഡ്. ഓക്കെ, ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു 2 ഇട്ട് കൊടുക്കേണ്ടി വരും. ഇവിടെ ഫോം ചെയ്തിരിക്കുന്ന ബേരിയം സൾഫേറ്റും വൈറ്റ് കളേർഡ് പ്രസിപ്പിറ്റേറ്റ് ആണ്. സോ ഈ ഒരു റിയാക്ഷനും പ്രസിപ്പിറ്റേഷൻ റിയാക്ഷനാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കിത് സോളിഡായിട്ടാണ് കിട്ടുക. സോഡിയം ക്ലോറൈഡ് വെള്ളത്തിൽ നന്നായിട്ട് ഡിസോൾവ് ചെയ്യും. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, എങ്ങനെയാണ് നമ്മൾ ബേരിയം സൾഫേറ്റ് എന്ന് പെട്ടെന്ന് തന്നെ എഴുതിയെന്നുള്ള കാര്യം. എക്സ്ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബേരിയവും SO4 ആണ് ഉണ്ടാവുന്നത്. അവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ബേരിയം 2+ ആയിട്ടാണ് ഉണ്ടാവുക, SO4 2- ആയിട്ടാണ് ഉണ്ടാവുന്നത്. സോ എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് Ba2
SO4 2 എന്ന് കിട്ടും. ഓക്കെ, രണ്ടും നമ്മൾ സിമ്പിൾ റേഷ്യോയിൽ എടുത്തു കഴിയുമ്പോൾ BaSO4 എന്ന് കിട്ടും. ഇത് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. സിമിലർലി ലെഡ് അയഡൈഡിൻ്റെതും നമുക്ക് പറയാം. ഓക്കെ, PbI. Pbൻ്റെത് കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 2+ ആണ്, അയഡിൻ്റെത് 1-ഉം. സോ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് PbI2 എന്ന് കിട്ടും. സോ ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇഫ് ദർ ഈസ് എൻ എക്സ്ചേഞ്ച് ഓഫ് അയോൺ ബിറ്റ്വീൻ റിയാക്റ്റൻസ്, വി ക്യാൻ കോൾ ദ റിയാക്ഷൻ ആസ് ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. ഓക്കെ, ഇനി കുറച്ച് റിയാക്ഷൻസ് തന്നിട്ട് അതിൽ ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ഉണ്ടോ എന്ന് നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? സിമ്പിളാണ്. അയോൺസിൻ്റെ എക്സ്ചേഞ്ച് നടന്നിട്ടുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അഞ്ചാമത്തെ ടൈപ്പ് റിയാക്ഷൻ റിഡോക്സ് റിയാക്ഷനാണ്. നമുക്കത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്ര മാത്രം. സോ ടേക്ക് കെയർ ആൻഡ് ഹാപ്പി ലേണിംഗ്.